വെൽക്കം ടു IFC ഇൻട്രോവേർട്ടഡ് ഫിൽമി ക്രൂ. ഇന്ന് നമ്മൾ ഭൂൽഭുലയ്യ 3യുടെ ടീസർ റിയാക്ഷനാണ്. കാർത്തിക് ആര്യൻ, വിദ്യാബാലൻ, തൃപ്തി ഇതിന് ഇപ്പോൾ എല്ലാ പടത്തിലും ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ടീസർ ഒന്ന് കണ്ടുപോകാം. ഒപ്പിടുമ്പോൾ 3 പടത്തിൻ്റെ കോൺട്രാക്റ്റൊക്കെ വെച്ച് ഒപ്പിടും. അപ്പോൾ ടീസർ കാണാം. ടീസർ ഇട്. क्या लगा कहानी खत्म हो गई? दरवाजे तो बंद होते ही ताकि एक दिन फिर से कुछ जो भूतों से डरती है. जो है वेम्पायर खून देखते ही आ जाती है. പെട്ടെന്ന് നല്ലൊരു ടീസർ. 1 മിനിറ്റ് 40 സാധനങ്ങളുണ്ട്. ടീസർ അല്ലേ ആയിരുന്നു സെക്കൻഡ് എടുത്ത്. മറ്റേ എടുത്ത ഇത് മറ്റേതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇതൊരു നോർമൽ അല്ല, ക്യാരക്ടർ. ഇത് മറ്റേ തമിഴിലൊക്കെ സ്ഥിരം ഹൊറർ കോമഡി, അതായത് കോമഡിയിലായിരിക്കും കൂടുതൽ ചവിട്ടി ഊന്നി നിൽക്കുന്നത്. പക്ഷേ എന്നാലും കുറച്ച് ഹൊറർ എലമെന്റ് ആ ടൈപ്പ് ഒരു വൈബായി. ഒരു ഭൂൽഭുലയ്യ 2 ആ വർഷത്തെ ഭയങ്കര ഹിറ്റായിരുന്നു അവിടെ. ആ വർഷത്തെ ഏക ഹിറ്റ് അങ്ങണ്ടായിരുന്നു. അത് തന്നെ. അപ്പൊ അങ്ങനെ ഇവന്റെ മാർക്കറ്റ് ശരിക്കും കയറിയായിരുന്നു. ബട്ട് ഇത് അറിയത്തില്ല. ഇതിങ്ങനെ ലുക്കൊക്കെ നല്ല പ്രൊഡക്ഷൻ ഉണ്ട്. പക്ഷെ ഇത് മറ്റ് സിനിമകളുടെ ഭാഗമാണെന്ന് ഈ ക്യാരക്ടർ കളർഫുൾ ആൻഡ് കോമിക്കൽ. അത് തന്നെ. ഇവരിപ്പം മറ്റേ ഇങ്ങനെ ഇപ്പം നമ്മൾ കാഞ്ചന 1, 2, 4 ഒക്കെ പോകുന്ന പോലെ ഇതും അങ്ങ് അല്ല. വിദ്യാബാലൻ തിരിച്ചു വന്നോണ്ട് ചോദിച്ചപ്പോ അതിന്റെ അതിപ്പം അതിന് ബന്ധം വേണമെന്നില്ലല്ലോ. ഒരു പാരലൽ യൂണിവേഴ്സ് നടക്കുന്ന കഥയായിട്ടങ്ങ് പറയും. എല്ലാം പാരലൽ യൂണിവേഴ്സിൽ പോലെയാണ്. പക്ഷെ ഇത് ഈ റിപ്പീറ്റിംഗ് പരിപാടി മറ്റേ ഈ കട്ടില് വെക്കുന്നു, കസേര വെക്കുന്നു, അങ്ങനെ ഇത് പടത്തിലായിരിക്കും ചിലപ്പോൾ. അത് മറ്റേ നൊസ്റ്റാൾജി അതായിരിക്കും ഇത് ടീച്ചറിന് വേണ്ടി എടുത്തായിരിക്കും അതൊക്കെ. പാടാൻ അല്ലേ? അതെ, ദീപാവലിയല്ലേ, ടൈം ഉണ്ടല്ലോ, സമയമുണ്ട്. നോക്കാം. എനിക്കൊന്നും ഇത് ഒന്നും ആയിട്ടില്ല. ഇത് കുറച്ച് ഷൂട്ട് ചെയ്ത ഫസ്റ്റ് ഷൂട്ടിന് മറ്റേത് വിജയിച്ച ഉടനെ ഇതിന്റെ പരിപാടിയിലേക്ക് കടന്നു അനൗൺസ് ചെയ്ത് അപ്പൊ തന്നെ സ്വാഭാവികമായിട്ടും പരിപാടി കഴിഞ്ഞ് കാണുമായിരിക്കും. തപ്പു ഉണ്ടായിരുന്നല്ലേ? അതെ അതെ. അത് നമ്മുടെ ഗീതാഞ്ജലിയുടെ കഥയായിരുന്നു അല്ലേ? ഗീതാഞ്ജലി മറ്റേ ഗീതാഞ്ജലി ചാലിലതൊക്കെ ഒറിജിനൽ പടം ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം കൂടെ